നമ്മൾ പച്ചമുളകൊക്കെ ചട്ടിയിൽ നട്ടിട്ട് 2 മാസമായി. അപ്പൊ കായ്ച്ചു തുടങ്ങിയതിന്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പം കൂടുതലായിട്ട് ഇങ്ങനെ ആയിട്ട് നമുക്ക് വിളവെടുപ്പിന്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ മുളകിന് പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു നല്ലൊരു സന്തോഷത്തോട് നല്ല അടിപൊളിയായിട്ട് വിളവെടുപ്പ് കാണിക്കാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ മുളകിന്റെ അവസ്ഥ കണ്ടില്ലേ. നമ്മുടെ ചട്ടിയിലുള്ള മുളകിന് വാട്ടരോഗം വന്നു തുടങ്ങി കേട്ടോ. ഒരു കുഴപ്പമില്ലായിരുന്നു. പൂവായി കായായി. ഇതിലൊക്കെ ഉള്ളൊരു കായ നോക്കി. എന്താ പച്ചമുളക് ഇത്രയായിട്ട് നമ്മൾ ഇടയ്ക്ക് വാട്ടരോഗം വരാറുണ്ട്. അത് പേടിച്ചിട്ടാണ് തുടക്കത്തിൽ നമ്മൾ 1-2 തവണ സ്യൂഡോമോണസ് ഒക്കെ കറക്റ്റ് കലക്കി ഒഴിച്ചു കൊടുത്തു. നടുന്ന സമയത്ത് സ്യൂഡോമോണസിൽ മുക്കിയിട്ടാണ് നട്ടത്. അങ്ങനെ അത്രയും ക്ലിയർ ചെയ്ത് ഇലചുരുളിച്ചയും കാര്യങ്ങളൊക്കെ വരുന്നതിന് വേപ്പിൻ കഷായമൊക്കെ അടിച്ച് നല്ല സെറ്റ് ആക്കി വെച്ച തൈകളാണിത്. ഫസ്റ്റ് ഈ തൈന് വന്നു. ഇപ്പൊ 2 ദിവസമായപ്പോഴത്തേക്ക് ഇത്രയും സ്പ്രെഡ് ആയിട്ടുണ്ട്. നമ്മൾ ഈ തൈകളോട്ട് മാറ്റി വെച്ചതാണ്. ബാക്കി കണ്ടില്ലേ, ഈ ഇങ്ങനെ കരുത്തിലുള്ള തൈകളായിരുന്നത്. ഇത് നമ്മൾ രോഗം വന്നുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഒന്നും കണ്ട ശരിക്കൊരു വിളവെടുപ്പിന് ആയിട്ടില്ല. എന്നാലും കറിക്കൊക്കെ ഉമ്മയും കുഞ്ഞുങ്ങളൊക്കെ വന്ന് ഇടയ്ക്കോന്നൊക്കെ പൊട്ടിച്ചു പോകുന്നത്. അതുകൊണ്ടല്ലേ എന്താ മുളക് നോക്ക്. അത്ര നമ്മളെ മുന്നേ വീഡിയോ ഇട്ട് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല അടിപൊളിയാണ്, എങ്ങനെ മുളക് ഉണ്ടാക്കാൻ സാധിക്കുന്നൊക്കെ. പക്ഷെ എന്താ പറയാ, നമ്മൾ അത്രയും ക്ലിയർ ചെയ്ത് സ്ലറിയൊക്കെ ഒഴിച്ചപ്പോൾ നല്ല റിസൾട്ട് ആയിരുന്നു മുളകിന്. കണ്ടില്ല, എല്ലാത്തിനും മുളകുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ മൂപ്പായി വരുന്നേ ഉള്ളൂ. ഇപ്പൊ 2 ദിവസം മുന്നേ നമ്മൾ ചട്ടിയിൽ ഗ്രോ ബാഗിലൊക്കെ നട്ട ക്യാബേജിന്റെയും കോളിഫ്ലവർ ഇതിനൊക്കെ ഇത് കാണിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു വിളവെടുപ്പായിട്ട് കാണിക്കുക, അതുകൊണ്ടാണ് ഇപ്പൊ കാണിക്കാത്ത. അത് അങ്ങോട്ടൊക്കെ നല്ല കുഴപ്പമില്ല. പക്ഷെ നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച തൈകൾക്ക് ഈ രോഗം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് പരക്കും. അതാണ് ഇപ്പൊ ഞാൻ ഇത് മാറ്റി വെച്ചത്. ഇങ്ങോട്ട് ഇതിന് ഇവിടുന്ന് എടുത്ത് ഒഴിവാക്കണം. അപ്പൊ നിങ്ങളൊന്ന് കാണിച്ചാൽ ഇതാണ് നമ്മളൊക്കെ ഒരു അവസ്ഥ. ഇത്ര 2 മാസം നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ട് ഇതിലൊക്കെ നട്ടിട്ട് ഇപ്പൊ ചെടികൾക്ക് ആയത് കണ്ടില്ലേ. നമ്മൾ പുറത്ത് നടുന്ന പോലെയല്ല, ചട്ടിയിലായതുകൊണ്ട് തന്നെ 2 തവണ നമ്മൾ നനച്ചും കൊടുക്കലുണ്ട് കേട്ടോ. ഇനി കറക്റ്റ് വെള്ളം കിട്ടാത്ത പ്രശ്നം വേണ്ട വെച്ച് അങ്ങനെ ഒന്നിലിപ്പോ ഇതിൽ തുടങ്ങിയപ്പോൾ നമ്മൾ വിരിച്ചു ഇനി നനവ് കിട്ടാനായിട്ട് പെട്ടെന്ന് വാടിയെന്ന് വിരിച്ച് അങ്ങനെ എടുത്തു വന്നപ്പോഴത്തേക്കാണ് ഇതാണ് നനവ് അത്യാവശ്യം ചട്ടിയിൽ കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ അലിത്ത് വന്നിട്ടുണ്ട്. എവിടെയാണ് ഈ രോഗം തുടങ്ങുക, ബാക്ടീരിയ വന്നിട്ട് ഇതിന്റെ തണ്ടായിട്ട് വേരല്ല. അപ്പൊ അതിൽ അന്നൊന്ന് പറിച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ പറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, അത് കളഞ്ഞുപോയി. അതിലിങ്ങനെ ഈ തണ്ടിന്റെ ഇവിടെ വെച്ചിട്ടാണ് ഈ രോഗം വന്നിട്ടുള്ളത്. ഇവിടുന്ന് കൊണ്ട് ദ്രവിച്ചു പോവുക ചെയ്യുന്നത്. അപ്പൊ കൃഷി ഓഫീസറെ പെട്ടെന്ന് വിളിച്ച് സാറ് ഇന്നലെ വീട്ടിൽ വന്ന് ഇതൊക്കെ കണ്ടു. സാറ് പറഞ്ഞത് ഇതിന് ടാഗ്മൈസിൻ എന്ന ബാക്ടീരിയ ഡിസീസ് ആണ്, ബാക്ടീരിയയുടെ രോഗമാണ്. അപ്പൊ ഇത് സ്പ്രെഡ് ആവുന്നൊക്കെ പറഞ്ഞു. പിന്നെ സാറിന് അറിയാം നമ്മൾ ഓർഗാനിക്കായി ചെയ്യുന്നതുകൊണ്ട് സാറ് പറഞ്ഞു കെമിക്കൽ യൂസ് ചെയ്യാൻ ടാഗ്മൈസിൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, അത് ബാക്ടീരിയക്ക് ഉള്ളതാണ്. അത് നമ്മൾ കലക്കിയിട്ട് എല്ലാത്തിനും മുകളിലൂടെ തെളിച്ചു കൊടുക്കാൻ. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. ഇത്രയും കാലം ഓർഗാനിക്കായിട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഇപ്പൊ രോഗം വരുമ്പോൾ നമ്മൾ ഹോമിയോയിൽ പോയിട്ട് നമ്മൾ ഹോമിയോ പോയിട്ട് റെഡിയാകത്ത് പിന്നെ പെട്ടെന്ന് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാന്നൊക്കെ പറയില്ല. അപ്പൊ അതൊന്നും വേണ്ടാന്ന് വെച്ച് ഇനി വരുന്നോടത്ത് വെച്ച് കാണാം. നമ്മളെന്തായാലും ഇതൊക്കെ കർഷകന് വിധിച്ചതാണ്. കുറെ ലാഭവും നഷ്ടവും അതുപോലെ തന്നെ സന്തോഷവും സങ്കടവും ഒക്കെ ഈ കൃഷിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ അങ്ങനെ കരുതാ. എന്നാലും ഒരു സങ്കടം എന്താ വെച്ചാല് തുടക്കത്തിലേ പോവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഫസ്റ്റ് വാട്ടരോഗം വരാതൊക്കെ ഞാൻ സൂഡോമോണസ് വെച്ചപ്പോൾ അത് റെഡിയായി. തുടക്കത്തിലാണ് അധികം എനിക്ക് വാട്ടരോഗം വന്നിട്ടുള്ളത്. ഈ ഒരു കണ്ടീഷനിൽ വരല് അപൂർവമാണ്. പിന്നെ ഇലചുരുളിച്ച, അതുകൊണ്ടൊരു മുളകിനൊരു ചടപ്പ് നമുക്ക് എപ്പോഴും വരല് ഇലചുരുളിച്ചാണ്. അത് ഇപ്രാവശ്യം വന്നില്ല. അതങ്ങോട്ട് നോക്കണ്ടില്ലേ, ഇലയൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നല്ല സന്തോഷം. പിന്നെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും കമന്റും കൂടെ കണ്ടപ്പോൾ ഞാൻ ഒന്നും കൂടെ അങ്ങോട്ട് പൊന്തിപ്പോയി. ശരിക്കും ഒരു കുഴപ്പമില്ല, എങ്ങനെ മുളക് ഉണ്ടാക്കാൻ സാധിക്കും, അതൊക്കെ ഒരു വലിയ കാര്യമായിട്ടോ നല്ലൊരു ഇതായിട്ട് ഞാൻ കണ്ടത്. പക്ഷെ എന്താ പറയാ, ഭാഗ്യം നമുക്കില്ല ഇങ്ങനത്തെ പ്രശ്നം. ഇനിയിപ്പോ പേടി ഇതൊക്കെ സ്പ്രെഡ് ആവുന്നില്ല. അപ്പൊ നമ്മൾ ആയതും കൊണ്ട് മാറ്റി വെക്കുക. വേറെ മരുന്നും കാര്യങ്ങളൊന്നും നമ്മൾ ഇനി ഒഴിച്ചു. സ്യൂഡോമോണസ് ചെയ്യാനതൊക്കെ കണ്ടുവരുന്ന തന്നെ എല്ലാവരും സ്യൂഡോമോണസ് ഒന്നുകൂടെ ഒഴിച്ചിട്ടോ. അതിൽ എത്രത്തോളം റെഡി ആവുന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റിയ മരുന്ന് സ്യൂഡോമോണസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. വേറെ കെമിക്കൽസും കാര്യത്തിലോട്ട് ഒന്നും പോകുന്നില്ല. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. എന്താ ഓരോന്നും സംസാരിക്കാനും വയ്യ ഇതിങ്ങനെ കാണിച്ചിട്ട്. ഇതാ ഒരു വിളവെടുപ്പ് എന്നൊക്കെ പറഞ്ഞാല് ഇതിനൊക്കെ ഫുള്ളായിട്ട് നമ്മൾ നല്ല വിളവെടുപ്പൊക്കെ ആയിട്ട് കാണിക്കുന്നത്. എന്താ വെച്ചാല് അത്യാവശ്യത്തിന് ആയതന്നെ വിളവെടുപ്പാണെങ്കിൽ അത് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. പക്ഷെ എന്താ പറയാ, ഒന്നും ഇതിനൊരു സംസാരിക്കാനൊരു ഇതില്ല. നമുക്ക് എന്തായാലും പറിക്കാം. ഇങ്ങനെ എന്താ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് നമുക്ക് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തണ്ടടക്കം പൊട്ടിയിരുന്നു. നല്ല വാടിയുണ്ട്. നോക്ക് എന്താ മുളക് നോക്ക്. ഈ ചെടികൾ എന്തായാലും നമ്മൾ ഇനി ഒഴിവാക്കുകയാണ്. ഉള്ളത് മൊത്തം തീർത്ത് പറിക്കുക. പിന്നെ ഒരു കണക്കിന് ഞാനിപ്പോ ഒരു കർഷകരെ ഒരു ഭാഗത്തു നിന്ന് പറയാട്ടോ, നമ്മൾ ഈ കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ മരുന്നടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അവരെ പറഞ്ഞിട്ട് ഒരു കണക്കിന് കാര്യമില്ല. നമുക്ക് ഫ്രഷ് വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം, അത് വേറെ കാര്യം. അവർ തരുന്നതൊക്കെ നല്ല മരുന്ന് അടിച്ചിരിക്കുന്നത്. പക്ഷെ എന്താ പറയാ, അവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ അവരൊക്കെ ഹെക്ടർ കണക്കിന് ഇങ്ങനെ കൃഷി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ രോഗങ്ങൾ വന്ന് നശിച്ചാൽ അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവർ മരുന്ന് അടിക്കുന്നൊക്കെ ഒരു കർഷകർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അവർക്ക് ഉപജീവനമാർഗം കൃഷിയാണ്. അപ്പൊ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പിന്നെ മരുന്ന് അടിച്ചേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യരെ പോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, കളകൾ എത്ര ഉണ്ടാവുന്നുണ്ട്, കളകൾക്ക് വലിയ രോഗം വരുന്നുണ്ടോ? ഇതിന്റെ കൂടെ എത്ര കള നമ്മൾ പറിച്ച് ഒഴിവാക്കി ചട്ടിന്ന് ഇതിനൊക്കെ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മളിതാ പച്ചക്കറി ചീരയ്ക്ക് കുഴപ്പമില്ല കേട്ടോ. അതിൽ ചീര ഉണ്ടോ? ഇതാ പറയുന്നത്, മുളകിനെ തെരഞ്ഞു പിടിച്ച് വേറെ എന്തെങ്കിലും രോഗമാണെങ്കിൽ ഈ ചീരയ്ക്ക് വരണ്ടേ. ചീരയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇത് മുളക്, വഴുതന, തക്കാളി ഈ സംഭവത്തിന് മൂന്നിനും വാട്ടരോഗം എന്ന് പറഞ്ഞ്
ഞാൻ പറഞ്ഞ തുടക്കത്തിൽ വന്നു പോകണമെങ്കിൽ നമുക്ക് സങ്കടം ഇല്ലാന്ന് പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് ഇത്ര ആയിട്ടില്ലല്ലോ, അപ്പൊ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞാൻ പറയാ കർണാടകത്തിൽ ഇവരൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരൊക്കെ ഈ മരുന്നടിക്കുന്നത് ഈ കൃഷിയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം. നമ്മൾ പിന്നെ ഓർഗാനിക് ആയിട്ട് ചെയ്യുന്നുള്ളൂ, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാനുള്ള കൃഷി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിൽക്കുന്നത് അതുപോലത്തെ നല്ല സാധനങ്ങൾ തന്നെ ആയിരിക്കണം എന്നുള്ള ഇതുകൊണ്ട് നമ്മളൊരു കെമിക്കലും ഇതിന് ചേർക്കുന്നില്ല. ഞാൻ എന്തായാലും മരുന്നടിച്ചിട്ട് ഇത് റെഡിയാക്കാൻ നോക്കുന്നില്ല. സ്യൂഡോമോണസ് എന്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഞാൻ ഒഴിച്ചു കൊടുത്തു. അതിൽ റെഡി ആവാണെങ്കിൽ റെഡി ആട്ടെ, ബാക്കി എന്താ നമ്മൾ പടച്ചോന് വിട്ടു കൊടുക്കുക. എന്തായാലും ഒരു രോഗം വന്നാൽ തടയാനും ദൈവം വിചാരിച്ച് സാധിക്കുമല്ലോ. അപ്പൊ അങ്ങനെ തടയട്ടെ. എന്താ വെച്ചാൽ ഞാൻ വേറെ ഒന്നും അടിച്ചു കൊടുക്കൂല, പിന്നെ തോറ്റു കൊടുക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇനിയും ചെയ്യും ഈ മണ്ണൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ചട്ടി തന്നെ വീണ്ടും നമ്മൾ മണ്ണ് നിറച്ച് സെറ്റാക്കിയിട്ട് വീണ്ടും ചെയ്യും. അത് അങ്ങനെ തോറ്റു കൊടുത്താൽ എന്നോ നമ്മൾ ഇതൊക്കെ നിർത്തിപ്പോകും. എന്താ വെച്ചാല് ഇത് കൃഷിയിൽ ഞാൻ പറയല്ലോ വിജയം പരാജയം ഒക്കെ ഉണ്ട്. അങ്ങനെ പരാജയം അങ്ങനെ ഇപ്പൊ ഞാൻ കുറച്ചു കാലമായിട്ട് നമ്മൾ ഇടുന്ന വീഡിയോ ഒക്കെ നല്ല സക്സസ് ആണ്, ഒരു പരാജയം ഇപ്പൊ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വരും, പക്ഷെ അതിൽ തളർന്നൊന്നും പോകില്ല. എന്നാൽ ടെൻഷൻ മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ട് നമുക്കൊരു ടെൻഷനും കാര്യമൊക്കെ എന്തായാലും വരും. അതിപ്പോ മാറും. നമുക്ക് അടുത്ത സെറ്റ് റെഡി ആയി വരുമ്പോൾ ഇനി അതിന് രോഗം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ പോയതൊക്കെ ഒന്നുകൂടെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ സാധിക്കും. ഇത് പോട്ടെ, എന്തായാലും വേഗം എന്തോന്ന് വിളവെടുത്ത് തീർക്കട്ടെ. എന്നിട്ടുള്ള മുളകും ഒന്ന് കാണിച്ചു തരാം. നോക്ക് ഓരോ ചെടി നോക്ക്, ഇതിങ്ങനെ കാണുമ്പോ ഇങ്ങനെ എന്താ പറയാ, മുളകാണി മൂത്തിട്ടും ഇല്ല. പിന്നെ ഏതായാലും കളയല്ല, ഇത് ഇനി റെഡി ആവില്ല എന്ന് 100% ഗ്യാരണ്ടി. എന്താ വെച്ചാൽ ഫസ്റ്റ് ദിവസം വന്ന മുളകിന്റെ ഇത് കണ്ടില്ലേ, ഈ ഒരു കണ്ടീഷനിൽ എത്തി. ഇനി എന്തായാലും ഇത് പോകും. പിന്നെ സാറ് പറഞ്ഞു നിങ്ങൾ ഇനി മരുന്നൊന്നും കാര്യങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ, സാറ് പറഞ്ഞ കൃഷി ഓഫീസർ പറഞ്ഞു അല്ലെങ്കിൽ മാക്സിമം അത് മാറ്റി വെക്കുക. ചട്ടിയിലായതുകൊണ്ട് നിങ്ങൾക്ക് എടുത്ത് മാറ്റി വെക്കാമല്ലോ. മണ്ണിലാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെ സ്പ്രെഡായി പോകും. ചട്ടിയിലാകുമ്പോൾ ചിലപ്പം അടുപ്പിച്ച് വെക്കുന്നൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുള്ളതിന് വരില്ല എന്ന് പറഞ്ഞു. അവർക്കും സങ്കടമായിട്ട് നമ്മൾ ഇത്രയും ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാറൊക്കെ നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ സാറ് എന്നെ ഒരു കാര്യത്തിൽ മാത്രം സപ്പോർട്ട് ചെയ്യില്ല, എന്താ വെച്ചാൽ കെമിക്കൽ അടിക്കുന്ന കാര്യത്തിലും മറ്റെല്ലാം സാറ് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്തു. അവർ പറയും നിങ്ങൾ വിൽക്കാനല്ലേ, കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ എന്തായാലും ചെയ്യുന്നില്ല, അതിന്റെ ഒരു ആവശ്യം നമുക്കില്ല. നമുക്ക് എന്താ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിക്കുന്നത് മറ്റുള്ളവർക്കും നല്ല രീതിയിലുള്ള പച്ചക്കറികളും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിക്കും എനിക്ക് സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയതിന് മികച്ച ജൈവ കർഷകൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ പേരൊന്നും ഒരിക്കലും കളയില്ല. ജൈവകർഷകൻ യുവകർഷകൻ എന്നൊക്കെ കിട്ടിയിട്ട് നമ്മൾ ഇതൊക്കെ അവാർഡുകളൊക്കെ വാങ്ങിയിട്ട് സംസ്ഥാനത്തിലൊക്കെ അത്രയും നല്ല അവാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ മോശമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ജൈവമായിട്ട് അങ്ങനെ തുടർന്നു പോകും. അത് എത്ര കാലം അതിനിപ്പോ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വന്ന് നശിച്ചു പോവുക, നമ്മൾ എന്ത് ചെയ്യുക, പുതിയത് വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വെക്കുക. പുഴുവിന്റെ ശല്യം കണ്ടില്ലേ, പുഴുവിന് ഇപ്പൊ നമ്മൾ ക്യാബേജിലൊക്കെ ഇഷ്ടം പോലെ പുഴുവിന്റെ ശല്യമുണ്ട്. പക്ഷെ അതൊക്കെ വേപ്പിൻ കഷായത്തിൽ നമ്മൾ നിർത്തുന്നുണ്ട് കേട്ടോ, വലുതൊക്കെ പറിച്ചിട്ടോ. അപ്പൊ അതാ ഇങ്ങനത്തെ മുളക് നമ്മൾ പറിക്കലുള്ള എപ്പോഴറിയോ, മുളകൊക്കെ ചിലർ തോരൻ വെക്കും, ഉപ്പേരി വെക്കും, എരിവൊന്നും അധികം ഉണ്ടാവില്ല, നല്ല രസമാണ്. നമ്മളെ എന്താ പറയുക ഉള്ളിത്തൂമ്പൊക്കെ അരിഞ്ഞിട്ട പോലെ ഉണ്ടാവും ഇത് കണ്ടാൽ, അങ്ങനെ സെറ്റ് ആയിട്ട് വെക്കുന്ന സാധനം. അപ്പൊ ഇനിയിപ്പം തോരൻ വെക്കാം, അല്ല അപ്പൊ എന്താ ചെയ്യാ. ഒരുവിധം മുളകൊക്കെ നമ്മൾ ഇതിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ സ്യൂഡോമോണസ് ഒഴിച്ചതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് പറിച്ച് കളയുന്നില്ല, ഒന്ന് നോക്കിയിട്ട് പറിച്ച് കളയാന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് വരുമോന്ന് അറിയില്ലല്ലോ. അപ്പൊ എന്തായാലും ഇവിടുന്ന് എടുത്ത് മാറ്റിയാണ് ഒക്കെ എടുത്ത് നമ്മൾ കളത്തിലേക്ക് വെച്ചിട്ട് മറ്റു പച്ചക്കറികളൊന്നും ചെയ്യാത്തൊരു ഭാഗത്തേക്ക് എടുത്ത് മാറ്റി വെക്കണം. വേറെ അങ്ങോട്ടൊക്കെ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ പച്ചമുളക് ഉണ്ട്, അപ്പൊ അങ്ങോട്ടൊക്കെ വെച്ചാൽ ചിലപ്പോൾ ഇത് സ്പ്രെഡ് ആവും. നമ്മളെന്തൊരു പരീക്ഷണം നടത്തിയതല്ല, എന്തായാലും 2 വട്ടമായിട്ട് സ്യൂഡോമോണസ് ഒഴിച്ചതാ. കൊണ്ട് ചീര ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതൊന്ന് മാറ്റാം. ഒരു 6 ചട്ടി ഉണ്ട് അല്ലേ, 2, 4, 6 ചട്ടി ഇപ്പം ഇതിന് മാറ്റി വെക്കാണ്ട്. ഇതിന്റെ കമ്പൊക്കെ പൊട്ടിയത് പോട്ടെ, വേഗം ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് പറിച്ച മുളകൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് തുടക്കാണ്, അതായത് എന്താന്ന് അറിയില്ല, അത്ര വാട്ടം കാണുന്നില്ല. ഇനി നമ്മൾ സ്യൂഡോമോണസ് വെച്ചിട്ട് റെഡിയായി വരികയാണോന്ന് അറിയില്ല. ഇത് കണ്ടപ്പോഴാണ് നമുക്ക് ചെറിയൊരു പ്രതീക്ഷ വന്നത്. ചിലപ്പോൾ ഈ രോഗം ഇനി അങ്ങനെ നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ വലിപ്പം വെച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ വേറെ മരുന്നുകളും സ്യൂഡോമോണസ് ഒന്നും ഒഴിച്ചിട്ടില്ല, പിന്നെ ഒഴിക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ കളയണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് നോക്കിയിട്ട് ഒക്കെ കണ്ടോ. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ കറക്റ്റ് ചെടികൾ കാണാം. ഈ കാണിച്ചത് അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ചെടി. ബാക്കി 2 ദിവസം കൊണ്ട് സംഭവിച്ചാണ്. മൊത്തം ഇപ്പം നോക്കി ഇത് കണ്ടുവാണെങ്കിൽ 3 ദിവസമായിട്ടോ, 3ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഇത്രയും ആയിട്ടുള്ളത്. ഇത്രയും ചട്ടികളുണ്ട്. മറ്റേതൊന്ന് നമ്മളിങ്ങോട്ട് കുറച്ച് വിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്തായാലും ഇങ്ങോട്ട് വെക്കട്ടെ, സ്ഥലം തന്നെ കാലിയായിപ്പോ ഇത്രയും ചട്ടി വന്നപ്പോ. ഇങ്ങോട്ട് നോക്ക്, അതാ നമ്മൾ പറിച്ച മുളക്, ഇത്രയും മുളകുണ്ട്. ഇതൊക്കെ
ഒരു ചട്ടിയിൽ നിന്ന് കിട്ടേണ്ട മുളകാണ്. മുളക് ആയി വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ വിളവെടുപ്പൊക്കെ ആകുന്നുള്ളൂ. ഇടയ്ക്ക് ഇത് അങ്ങനത്തെ കുറച്ച് മൂപ്പായത് മാത്രം ഉമ്മയും കുഞ്ഞുങ്ങളൊക്കെ പറിച്ചെന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ വിളവെടുത്തിട്ടില്ല. നല്ലൊരു അടിപൊളി വിളവെടുപ്പ് അടുത്ത ആഴ്ചക്കെങ്കിലും കാണിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കുറച്ച് ആയാലല്ലേ നമുക്ക് കൂടുതൽ കൊടുക്കാനൊക്കെ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ കാണിക്കാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് നോക്കണ്ട. ഇനി ഇത് നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പോ ചിലപ്പോൾ അവസാനത്തെ വിളവെടുപ്പോ ആയിരിക്കും. എന്തായാലും 2-3 ദിവസം കൊണ്ട് നമുക്ക് അറിയാം. അങ്ങോട്ടും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടും ഇതിന്റെ വിളവെടുപ്പ് വീഡിയോ കാണിക്കും.